പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോഗോസ് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിനോടുള്ള ആ സ്നേഹത്തിലും ബന്ധത്തിലും നമ്മളെ കൂടുതൽ ആഴപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ പിന്നിലുള്ള യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം. അതാണ്. നിങ്ങൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് തുടർച്ചയായിട്ട് ശ്രദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഓരോ എപ്പിസോഡിലും യേശുക്രിസ്തുവിൽ എങ്ങനെ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം, ക്രിസ്തുവിൻ്റെ നീതീകരണത്തിന് എങ്ങനെ നമ്മൾ പാത്രമായി തീർന്നിരിക്കുന്നു, വളരെ വിശദീകരിച്ച് വളരെ ലളിതമായ ഭാഷയിൽ മനസ്സിലാകത്തക്ക വിധത്തിൽ നിങ്ങളുടെ ഭവനങ്ങളുടെ അകത്ത് ഒരു ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുക. ഇന്നും നമുക്ക് ഒരുമിച്ച് പ്രിയപ്പെട്ട അച്ഛനോടൊപ്പം കർത്താവിൻ്റെ വചനങ്ങളെ വളരെ ആഴത്തിൽ നമുക്ക് സ്പർശിച്ച് കടന്നു പോകാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഈ എപ്പിസോഡിൽ നമുക്ക് പങ്കെടുക്കാം. അച്ഛൻ, നമ്മൾ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് വെച്ച് നമുക്കൊരു കാര്യം മനസ്സിലായി. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനീതി. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ നീതി ഇങ്ങനെ അകന്നുപോയ മനുഷ്യനെ മടക്കിക്കൊണ്ട് വരിക, സുസ്ഥിതിയിലാക്കുക, നഷ്ടപ്പെട്ടു പോയ നന്മകളൊക്കെ തിരിച്ചു കൊടുക്കുക. അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ നീതി എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കി. മറ്റ് ഏതൊക്കെ തലങ്ങളിൽ നമുക്ക് ഈ ദൈവനീതിയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? നിങ്ങൾ ആദ്യമായി ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കണം എന്ന് ഈശോ പറയുമ്പോൾ, ദൈവനീതി അന്വേഷിക്കുക എന്നതിനെ നമ്മൾ അപഗ്രഥിച്ചാൽ കാണാൻ പറ്റും ദൈവനീതി മനുഷ്യൻ ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുക എന്നുള്ളതാണ്. ഒറിജിനൽ ജസ്റ്റിസ് എന്നൊക്കെ അതിന് തിയോളജൻസ് പറയും. ആദ്യ മാതാപിതാക്കന്മാർ ഒറിജിനൽ ജസ്റ്റിസിലായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഐക്യപ്പെട്ടവരായിട്ടാണ് അവർ സൃഷ്ടിയിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ട നിമിഷം തന്നെ ആയിരുന്നത്. അപ്പോൾ ആ ഒറിജിനൽ ജസ്റ്റിസിലേക്ക് വീണ്ടും മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരിക. അപ്പം നീ എപ്പോഴും നിൻ്റെ ജീവിതം ദൈവത്തോട് ചേർന്നാണോ ഇരിക്കുന്നത്? ദൈവത്തോട് സഹവസിക്കുന്നവനാണോ? ദൈവിക ജീവനിൽ പങ്കുപറ്റുന്ന ഒരാളാണോ? കൃപയുള്ള ആളാണോ? ആ ഒരു കാര്യം നീ എപ്പോഴും പരിശോധിക്കണം. അങ്ങനെയുള്ള ഒരാളാണ് ദൈവരാജ്യത്തിലായിരിക്കുന്നത്. അപ്പോൾ ദൈവിക ജീവനിൽ പങ്കുപറ്റി ദൈവാത്മാവിൻ്റെ നിറവിൽ കഴിയുന്ന ഒരവസ്ഥ, അത് ദൈവനീതിയുടെ അവസ്ഥയാണ്. ഇത് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ നീ നിന്റെ കാര്യത്തിൽ മാത്രം അന്വേഷിച്ചാൽ പോരാ, നീ മറ്റുള്ളവരുടെ കാര്യത്തിലും ഇത് അന്വേഷിക്കണം. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു കിടക്കുന്ന ഒരാളെ നീ കാണുമ്പോൾ നിനക്ക് വേദന തോന്നണം. അത് ദൈവനീതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തലമാണെന്ന് തോന്നുന്നു. നിനക്ക് സൗജന്യമായി കിട്ടിയത് സൗജന്യമായി മറ്റുള്ളവർക്ക് നീ കൊടുക്കുക എന്നുള്ളതാണ്. അത് ദൈവനീതിയാണ്. അപ്പോൾ ദൈവനീതിയുടെ മറ്റൊരു മേഖലയാണ് നിനക്ക് സൗജന്യമായി കിട്ടിയ ഈ ദൈവാനുഭവം, ഈ സുവിശേഷം, ഈ രക്ഷയുടെ അനുഭവം നീ മറ്റുള്ളവർക്ക് സൗജന്യമായിട്ട് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോഴാണ് നിന്നിലെ ദൈവരാജ്യത്തിൻ്റെ അനുഭവം അല്ലെങ്കിൽ ദൈവനീതി നിന്നിൽ പൂർണ്ണമായി അത് വെളിപ്പെടാൻ തുടങ്ങുന്നത്, അതെ നടപ്പാകുന്നത്, അല്ലെങ്കിൽ അത് അനുഭവവേദ്യമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ശ്രദ്ധ ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുന്ന ഒരാളെ കാണുമ്പോൾ അവനെ എങ്ങനെ ദൈവത്തെങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരാം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ശപിക്കുന്ന ഒരാളെ കണ്ടാൽ എന്ത് നമ്മൾ മനസ്സിലാക്കണം? അവൻ ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുന്നവനാണ്. അവനുള്ളതാണ് അവൻ തരുന്നത്. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ശാപമാണ്. അപ്പോൾ അവൻ വേദനിച്ചപ്പോൾ ഉള്ളിൽ നിന്ന് ആ ശാപം പുറത്തു വരുമ്പോൾ അവൻ കൃപയുള്ളവനല്ല, ദൈവ സഹവാസത്തിലല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നീ തിരിച്ച് അവനെ ശപിക്കുകയാണ്. അതിനർത്ഥം എന്താ? നമ്മളും കൂടെ അവൻ്റെ കൂട്ടത്തിലേക്ക് ആയി പോകുന്നു. അവന് കൂടുതൽ ശാപം അവനെ ഏൽപ്പിച്ചു കൊടുക്കുക. നീ ദൈവരാജ്യത്തിലല്ല എന്നുള്ള ഒരു സത്യം. ഇവിടെ ദൈവനീതിയുടെ ഈ വശമാണ്. മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാ വിശുദ്ധാത്മാക്കളും ദൈവനീതി അന്വേഷിച്ചവരാണ്. സുവിശേഷം പ്രസംഗിച്ചവരും സുവിശേഷം ജീവിച്ചവർ, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയവർ, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തവർ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവനീതിയെ പ്രതി ഈശോ കുരിശിൽ മരിച്ചതുപോലെ ദൈവനീതിയെ പ്രതി വേറൊരാൾക്ക് രക്ഷ കിട്ടുന്നതിന് വേണ്ടി ഞാനും
കുരിശ് വഹിക്കാൻ തയ്യാറാകും. തയ്യാറാണ്. അപ്പോൾ ദൈവനീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ളവരോടുള്ള സ്നേഹത്തെ പ്രതി അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി നീ കുരിശിൻ്റെ വഴിയിൽ സഞ്ചരിക്കണം. ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് സ്വയം കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം. അപ്പോൾ കുരിശിൻ്റെ മാർഗത്തിലാണ് ഈശോ. അത് രക്ഷയുടെ മാർഗമാണ്. അപ്പോൾ മറ്റുള്ളവരെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും യേശുവിനോട് ചേർന്ന് നിൽക്കണം എന്നുള്ളതൊന്ന്, അതോടൊപ്പം യേശുവിൻ്റെ കുരിശ് വഹിക്കുന്നവനുമാകണം. ഇപ്പൊ ഉദാഹരണത്തിന് കുരിശിലാണല്ലോ ഈശോ ദൈവം സ്നേഹമാണെന്ന് വെളിപ്പെടുത്തിയത്. ആ സ്നേഹത്താലാണല്ലോ മനുഷ്യനെ ആകർഷിച്ചത്. അപ്പൊ ദൈവത്തിന്റെ കാരുണ്യവും സ്നേഹവും യേശു കുരിശിൽ വെളിപ്പെടുത്തിയതുപോലെ നമ്മളും ദൈവത്തിന്റെ സ്നേഹവും കാരുണ്യവും സഹനത്തിന് മുമ്പിൽ, പീഡനത്തിന് മുമ്പിൽ വെളിപ്പെടുത്തണം. ഇപ്പോൾ ആദ്യത്തെ രക്തസാക്ഷിയായ എസ്തഫാനോസ് കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുക. തുരിതുര കല്ലുകൾ വരുമ്പോൾ അവൻ പറഞ്ഞെന്താണ്? പിതാവേ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ, ഇവരുടെ മേൽ പരിഗണിക്കരുതേ എന്നാ പറഞ്ഞത്. ഇവരെ ഞാൻ സ്നേഹിക്കുന്നു. കാരണം ഒരു വ്യക്തിയുടെ പാപം ആ വ്യക്തിക്കെതിരെ പരിഗണിക്കാതിരിക്കുന്നതും ആരോപിക്കാതിരിക്കുന്നതും സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. അപ്പോൾ എന്നെ ഒരാൾ തല്ലിയെന്നിരിക്കട്ടെ, എന്നെ തല്ലുന്ന ആളിൻ്റെ ആ പാപം ആ വ്യക്തിയുടെ മേൽ ഞാൻ പരിഗണിക്കാതിരിക്കുക. അങ്ങനെ പരിഗണിക്കാതിരിക്കുന്ന ഏറ്റവും വലിയൊരു സ്നേഹത്തിൻ്റെ അടയാളമാണ്. അതോടൊപ്പം തന്നെ ദൈവനീതിയുടെ പ്രവൃത്തിയാണത്. വിശുദ്ധ കുർബാനയിൽ, സിറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയിൽ ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. കാരുണ്യാനായ കർത്താവേ, അങ്ങയെ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തനങ്ങളാൽ ഞങ്ങൾ അങ്ങയെ ദ്വൈതം പ്രീതിപ്പെടുത്തണം. അപ്പം ദൈവവുമായിട്ട് മനുഷ്യനെ അനുരഞ്ജിപ്പിക്കുന്ന നീതിയുടെ പ്രവൃത്തി, അത് സഹോദരന് വേണ്ടി സഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഇവിടെ സഹോദരൻ്റെ അല്ലെങ്കിൽ കൂടെ ജീവിക്കുന്നവരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പാപം എൻ്റെ മേൽ വീഴുമ്പോൾ അത് അവനെതിരെ അവൾക്കെതിരെ പരിഗണിക്കാതെ അത് ഏറ്റെടുക്കുമ്പോൾ അവിടെ ഞാൻ നീതിയുടെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ആ വ്യക്തിയെ തന്നിലേക്ക്, ദൈവത്തിലേക്ക് അടുപ്പിക്കുക ചെയ്യുന്നത്. ഇവിടെയാണ് ക്രിസ്തു വഴി ലോകത്തെ എന്നോട് രമ്യതപ്പെടുത്തി എന്ന് പറയുന്നത് അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ? ക്രിസ്തു വഴിയാണ് ദൈവത്തിൽ നകന്നുപോയ മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിച്ചത്. ഇവിടെ യേശുവിനെ പ്രതി, ദൈവനീതിയെ പ്രതി സഹിക്കുന്ന ഒരു വ്യക്തി, സ്നേഹത്തിൻ്റെ പേരിൽ അത് സ്വീകരിക്കുന്ന വ്യക്തി, ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമായി നിന്നുകൊണ്ട് ഒരു ഭാവിയെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക, അനുരഞ്ജിപ്പിക്കുക ചെയ്തു. ഈ ദൈവനീതിയെ പ്രതി സഹിക്കുക എന്ന് പറയുന്നത് അത് അല്പം കൂടെ ഒന്ന് വിശദീകരിച്ചെങ്കിലേ അത് മനസ്സിലാവുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ദൈവനീതി എന്ന് പറയുന്നത് മനുഷ്യനെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയാണല്ലോ. അതാണല്ലോ ദൈവം ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ ദൈവത്തോടുകൂടെ ആയിരിക്കണം. അപ്പം ദൈവത്തിൽ നിന്നാകുന്ന പാപത്തിൽ കഴിയുന്നൊരു മനുഷ്യനെ, അങ്ങനെയുള്ളവരെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ സഹനത്തിന് കഴിവുണ്ട്. സ്നേഹപൂർവമായ സഹനത്തിന് കഴിവുണ്ട്. ശപിച്ചുകൊണ്ട് സഹിക്കുക എന്നുള്ളതല്ല, അതിനെ ഒരു നീതിയുടെ പ്രവൃത്തിയായി കാണണം. ഇപ്പോൾ ഉദാഹരണത്തിന് എന്നെ ഒരാൾ തല്ലി എന്നിരിക്കട്ടെ, ആ വ്യക്തിയെ എനിക്ക് മനസ്സിലായി അദ്ദേഹം ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുന്ന ഒരു പാവം മനുഷ്യനാണ്, കൃപയില്ലാത്ത ഒരവസ്ഥ അദ്ദേഹത്തിനുണ്ട്, സഹതാപം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരാനായിട്ട് എനിക്കൊരവസരം കിട്ടി. ഈ അവസരത്തിൽ ഞാൻ ആ അവസരം ഉപയോഗപ്പെടുത്തണം. അത് എങ്ങനെ നമുക്ക് ആ അവസരത്തെ പ്രയോജനപ്പെടുത്താം? അത് ഇങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്. മോനെ, സാരമില്ല, നീ എന്നെ തല്ലിയതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല, ഒരു ബലഹീന നിമിഷത്തിൽ നീ അത് ചെയ്തു, സാരമില്ല കേട്ടോ. നിന്റെ ദേഷ്യം അടങ്ങിയില്ലെങ്കിൽ ഇനിയും നീ എന്നെ തല്ലിക്കോ, സാരമില്ല, എനിക്ക് നിന്നോടുള്ള സ്നേഹം അതുകൊണ്ട് കുറയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സമീപിക്കുമ്പോൾ ചിലപ്പോൾ ഒരു തല്ലിലൂടെ തല്ലിയേക്കാം. അപ്പോൾ ഇടത്തെ ചവിട്ട്, വലത്തെ ചവിട്ട് അടി കിട്ടുമ്പോൾ ഇടത്തെ ചവിട്ട് കാണിച്ചു കൊടുക്കുക. അതും കൂടെ ഏറ്റുവാങ്ങി കഴിയുമ്പോൾ അവൻ്റെ കോപമൊക്കെ ശമിക്കും. പിന്നെ അവൻ്റെ ആവശ്യത്തിലേക്ക് നമ്മൾ കിടക്കുക, സാരമില്ല, പിന്നെ അവനെ സഹായിക്കുക. അങ്ങനെ വരുമ്പോൾ അവൻ നമ്മുടെ സ്നേഹത്താൽ അവൻ ആകർഷിക്കപ്പെടും. തീർച്ചയായിട്ടും ആകർഷിക്കപ്പെടും. സ്നേഹത്താൽ മാത്രമേ ഒരു വ്യക്തി ആകർഷിക്കപ്പെടുകയുള്ളൂ. അപ്പം അങ്ങനെ സ്നേഹത്താൽ ആകർഷിക്കപ്പെടുന്ന ആ വ്യക്തി
പിന്നീട് അറിയാതെ നമ്മളുമായിട്ട് രമ്യതയിലാകും. ആ ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുന്ന നമ്മളോട് രമ്യതയിലാകുന്നത് വഴി ആ വ്യക്തി ദൈവത്തോടും രമ്യതയിലാകാൻ അത് കാരണമായിത്തീരും. അതാണ്. ഞാനൊരിക്കൽ ധ്യാനം പ്രസംഗിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് പോകുന്ന അവസരത്തിൽ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ എനിക്കന്ന് അന്നത്തെ എൻ്റെ ശരീരാവസ്ഥയിൽ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സീറ്റ് കിട്ടിയതനുസരിച്ച് ഫ്ലൈറ്റ് പാക്ഡാണ്. സീറ്റ് കിട്ടിയതനുസരിച്ച് ഞാൻ ഒരാളെ മറികടന്ന് വേണം എഴുന്നേറ്റ് പോരാനായിട്ട്. അപ്പോൾ ഈ വ്യക്തി 2 പ്രാവശ്യം ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്ക് ഈ വ്യക്തി അല്പം അസ്വസ്ഥനായി. എന്നോടുള്ള ഒരു ദേഷ്യം അദ്ദേഹത്തിനുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നീട് അദ്ദേഹത്തെ അസ്വസ്ഥതപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഞാൻ പിന്നെ ഇങ്ങനെയുള്ള ആവശ്യം വരുമ്പോൾ അത് വളരെ നിർബന്ധപൂർവ്വം അത് നിയന്ത്രിക്കുകയും അദ്ദേഹം എഴുന്നേൽക്കുന്ന സമയത്ത് മാത്രം ഞാൻ എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 8 മണിക്കൂറോളം യാത്രയുണ്ട്, യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള യാത്ര. അപ്പോൾ ഈ സമയത്ത് ഒരു സംഭവം ഉണ്ടായി. അതാണ്, ഭക്ഷണം വിളമ്പിക്കൊണ്ട് വന്ന അവസരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം എൻ്റെ ശരീരത്തിൽ വീണു. വീണപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, സാരമില്ല, ഇതാർക്കും സംഭവിക്കുന്നതാണ്, ഒന്നും വിഷമിക്കണ്ട, എനിക്ക് വേറെ ഡ്രസ്സുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇത് തൂത്തുകളഞ്ഞാൽ പോകുന്നതാണ്. അപ്പം അദ്ദേഹത്തിന് അത് വല്ലാത്ത ഒരു ഷോക്കായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒട്ടും വിഷമിക്കണ്ട, ഇങ്ങനെയൊന്നും സംഭവിച്ചായിട്ട് പോലും വിചാരിക്കണ്ട. അങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഞാൻ ആശ്വസിപ്പിച്ചിരുത്തി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമായി. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റിട്ട്, ഓക്കെ, ഈ ക്യാൻ ഗോ ടു ദ ടോയ്ലറ്റ്. എനിക്ക് ആവശ്യമില്ലാത്തപ്പോഴും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഞാനൊന്ന് ചെയ്യുമ്പോഴത്തേക്കും പൊക്കോ. അപ്പം ഞാൻ ഓർക്കണം, ഒരു ചെറിയ ത്യാഗം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വന്ന ഒരു വീഴ്ച ഞാൻ അദ്ദേഹത്തിനെതിരെ പരിഗണിക്കാതെ ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇവിടെ വാസ്തവത്തിൽ അച്ഛന് ഈ ദൈവനീതിയെക്കുറിച്ച് ബോധ്യം ഉണ്ടായിരിക്കുകയും അതിൽ വ്യാപരിക്കുകയും ചെയ്തത് കൊണ്ടാണ് അച്ഛൻ അങ്ങനെ പെരുമാറാൻ പറ്റിയതെന്നുള്ളതാണ് ഒരു വാസ്തവം. അല്ലെങ്കിൽ അച്ഛൻ്റെ ദേഹത്തേക്ക് വേസ്റ്റ് വീണപ്പം മുമ്പ് ഞാനൊന്ന് ഇറങ്ങിപ്പോകുന്നത് പോലും ഇദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എനിക്കിങ്ങനെയുള്ളൊരു വലിയ അസ്വസ്ഥതയുണ്ടായി. അപ്പോൾ സാധാരണഗതിയിൽ ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് അറിയാതെ ലോകത്തിൻ്റെ നീതി പ്രകാരം ജീവിക്കുന്ന ആളാണെങ്കിൽ ആ സമയത്ത് തന്നെ അയാളെ ശകാരിക്കാനും പരസ്പരമുള്ള ആ ഒരു അകൽച്ച കുറെ കൂടെ വർദ്ധിക്കാൻ അത് കാരണമായി തീരുള്ളായിരുന്നു. എന്നാൽ അച്ഛനിവിടെ ആ ദൈവനീതിക്കനുസരിച്ച് വ്യാപരിച്ചപ്പോൾ വാസ്തവത്തിൽ ഞാൻ അദ്ദേഹം പിന്നീട് അങ്ങനെ എനിക്ക് അനുകൂലമായ ഒരു നിലപാട് എടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതല്ല. അല്ല സ്വാഭാവികമായിട്ട് ആ സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്തു പോയതാണ്. അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ റിസൾട്ട് മനസ്സിലാക്കുന്നു. അങ്ങനെ ചെയ്തതോടുകൂടി അദ്ദേഹത്തിന് എന്നോട് അതെ കടപ്പാടാവുകയും അദ്ദേഹം സ്വന്തം ഡ്രസ്സ് എനിക്ക് എടുത്തു തരാൻ വരെ തയ്യാറാവുക. ഞാൻ പറയുക, ഒന്നും വേണ്ട, എനിക്കുണ്ട്, ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ, ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ത്യാഗം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു തെറ്റിൻ്റെ ആ ത്യാഗം ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുക്കല്ലേ ചെയ്തേ. അത് അദ്ദേഹത്തിനെതിരെ ആരോപിച്ചില്ല, പരിഗണിച്ചില്ല. അങ്ങനെ വന്നപ്പോഴേക്കും എന്നോട് നീരസപ്പെട്ടിരുന്ന അല്ലെങ്കിൽ എന്നോട് അല്പം താല്പര്യം കുറഞ്ഞിരുന്ന ഒരാൾക്ക് എന്നോട് താല്പര്യം ജനിച്ചു. പക്ഷെ ഇതിന്റെ ഒരു വലിയ പതിപ്പാണല്ലോ ഈ സ്തഫാനോസിനെ കല്ലെറിഞ്ഞപ്പം. തീർച്ചയായിട്ടും ഈ തെറ്റ് അവർക്കെതിരെ ആരോപിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ട് നിന്നിരുന്നവരിൽ ഒരുപക്ഷെ സാവൂൾ എന്ന ആ സമയത്ത് ആ കൂട്ടത്തിലുണ്ടായിരുന്നില്ലായിരിക്കും. എങ്കിലും ഉണ്ട്, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ഈ കല്ലെറിയാനായിട്ട് കല്ലുമായിട്ട് നിന്നവരുടെ വസ്ത്രം സൂക്ഷിച്ചു കൂടെ കൈ പിടിച്ചിരുന്നത് സാവൂളായിരുന്നു. അപ്പൊ സാവൂൾ ഇത് കണ്ടു. ആ എനിക്ക് തോന്നുന്നത് നിശ്ചയമായിട്ടും സ്തഫാനോസിന്റെ ആ പ്രതികരണമാണ്, ദൈവനീതിക്കനുസരിച്ചുള്ള ആ നിലപാടാണ് വാസ്തവത്തിൽ സാവൂള് പൗലോസായിട്ട് മാറാൻ ചിന്തിപ്പിച്ചിട്ടുണ്ട്. അത് വല്ലാത്തൊരു ഒരു അഗ്നി അവനിൽ ഇട്ടിട്ടുണ്ട്, യാതൊരു സംശയമില്ല. അപ്പൊ അങ്ങനെ എവിടെയൊക്കെ നമ്മൾ ദൈവനീതി അന്വേഷിക്കുവോ, ഇതൊരു ദൈവനീതി അന്വേഷണമാണ്. അപ്പൊ ഞാൻ അന്വേഷിക്കണം, എന്നെ ഉപദ്രവിക്കുന്നവരാരാണ്, അവന്റെ മുമ്പിൽ ഒരു ദൈവനീതി കാണിക്കാൻ ഒരു അവസരം തരണമേ. കാരണം അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞത്.
എവിടെ ചെന്നാലും ഒരു തല്ല് കിട്ടും. ഈശോയുടെ കുരിശിന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? ഈശോയുടെ കുരിശിന്റെ പ്രത്യേകത സത്യം പറഞ്ഞതിൻ്റെ പേരിൽ കിട്ടിയതാ കുരിശ്. അപ്പോൾ ഞാൻ ദൈവത്തിൽ നിന്ന് വന്നവനാണെന്നും എന്നെ കാണുന്നവൻ ദൈവത്തെയാണ് കാണുന്നതെന്നും ഒക്കെ പറഞ്ഞപ്പോൾ ഈ സത്യം പറഞ്ഞതിൻ്റെ പേരിലാണ് ഈശോയ്ക്ക് ക്രൂശിക്കപ്പെടേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈശോയുടെ കുരിശ് എന്ന് പറയുന്നത് ചോദിച്ചു മേടിച്ച ഒരു കണക്കിന്. കാരണം ഈ സത്യം പറയാതെ ഒഴിഞ്ഞു മാറിയിരുന്നെങ്കിൽ. അച്ഛാ, അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ വരുമ്പോൾ ഈ അതായിരിക്കും ഒരു പക്ഷെ നമ്മുടെ വിശുദ്ധരുടെയൊക്കെ ജീവിതങ്ങളിൽ അവർ ഇതുപോലെയുള്ള സഹനങ്ങൾ, വേദനകൾ, അപമാനങ്ങൾ ഇതൊക്കെ അവർ ചോദിച്ചു വാങ്ങി എന്ന് പറയുന്നത് ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ടായിരിക്കും അല്ലേ? ഈ ഒരു അർത്ഥത്തിൽ പറയാം. കാരണം ഇപ്പോൾ ഒരാളോട് നമ്മളൊരു സത്യം പറഞ്ഞാൽ ആൾ ചിലപ്പോൾ നമുക്ക് ഒരു ആനുകൂല്യം തരാതിരിക്കും, ഒരു ഫേവർ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടും. ഇന്നിപ്പോൾ അപ്രിയ സത്യം പറയാൻ ആരും തയ്യാറല്ലല്ലോ. അപ്പോൾ എനിക്കൊരു ഫേവർ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ആനുകൂല്യം കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ പറയേണ്ട ഒരു സത്യം പറയാതെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ തിരുത്തേണ്ട ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ എനിക്കിത് തെറ്റാണെന്ന് തോന്നുന്നു എന്ന് പറയേണ്ടടുത്ത് പറയാതിരിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മളവിടെ ലോകനീതിയെ തേടുക, ലോകനീതി തേടുന്നു മാത്രമല്ല അവിടെ ഒരു ദൈവനീതി ഒഴിവാക്കുക. നമുക്ക് ആ വ്യക്തിയിൽ നിന്ന് കിട്ടേണ്ട ഒരു ആനുകൂല്യത്തിന് വേണ്ടി ഒരു സഹനം ഒഴിവാക്കുക ചെയ്യുന്നത്. പലപ്പോഴും സഹനം എന്ന് പറയുന്നത് ചോദിച്ചു മേടിക്കുക എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിലാണ്. പറയേണ്ടവരോട് പറയേണ്ട കാര്യം പറയുമ്പോൾ നമുക്ക് സഹനം കിട്ടും. കൈക്കൂലി മേടിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ കൈക്കൂലി മേടിക്കാതിരുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അയാൾ മാത്രം കൈക്കൂലി മേടിക്കാതിരുന്നപ്പോഴത്തേക്കും നീ അങ്ങനെ പുണ്യവാനാകണ്ട എന്ന മട്ടിൽ ഇടപെടുകയും അവനെ അവിടെ നിന്ന് സ്ഥലം മാറ്റി നല്ല കൈക്കൂലി മേടിക്കുന്ന ഒരാളെ അവിടെ പകരം, കാരണം അവന് ഭീഷണിയാണ്. അപ്പോൾ ഈ കൈക്കൂലി മേടിക്കുന്നവൻ ഒരു കൂട്ടായ്മയിൽ എല്ലാവരും കൈക്കൂലി മേടിക്കുന്നവരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ സ്മൂത്തായിട്ട് പ്രവർത്തിക്കാമല്ലോ. ഇപ്പോൾ ഒരാൾ വാങ്ങിക്കാതിരിക്കുമ്പോൾ അതെ, അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കി. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ദൈവനീതിയെ പ്രതി അദ്ദേഹം ഒരു ക്രൂശ് വഹിക്കാൻ തയ്യാറായി. അദ്ദേഹത്തിനെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആക്കി ഒട്ടും സൗകര്യമില്ലാത്തൊരു സ്ഥലത്തേക്ക് പ്രതിഷ്ഠിച്ചു. അപ്പോൾ അതിനയാൾ തയ്യാറായി. എന്നാലും എങ്കിലും ഞാൻ സത്യത്തിന് വേണ്ടി ഒരു നിലപാടെടുക്കും. അപ്പോൾ ഈ രീതി സത്യത്തിന് വേണ്ടിയും ഈ ശരിക്കു വേണ്ടിയുമുള്ള നിലപാടെടുക്കുമ്പോഴൊക്കെ നമുക്ക് ത്യാഗങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവും. ഈ ലോകത്തിൻ്റെതായ ഒത്തിരി നഷ്ടങ്ങൾ, അതിനെ നമ്മൾ കുരിശെന്ന് വിളിക്കും. പക്ഷെ അത് ബോധപൂർവം നമ്മൾ ഏറ്റെടുക്കുന്നതാണ്. ചിലര് കുരിശെന്ന് പറയുന്നത് എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും ഒഴിവാകാതെ നമ്മുടെ കൂടെ വരുന്ന പ്രശ്നങ്ങളെയാണ് ദുരനുഭവമായിട്ടാണ് ഈ കുരിശ് ഒഴിയാവുന്നില്ലല്ലോ എന്ന് പറയുന്നത്. ഒരു കുരിശ് തീരുന്നതിന് മുമ്പ് മറ്റൊരു കുരിശ് വന്നു കഴിഞ്ഞു എന്നൊക്കെ. അപ്പം അതുകൊണ്ട് ഈ ദൈവനീതി അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എനിക്ക് സത്യം പറയുന്നതിൻ്റെ പേരിൽ എവിടെയെങ്കിലും തട്ട് കിട്ടിയാൽ അത് ദൈവനീതിയാണ്. ഇപ്പം ഉദാഹരണത്തിന് സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ പേര് തല്ലുകൊണ്ടാൽ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തുവിനെ പ്രതി തല്ലുകൊള്ളുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമായിട്ട് കാണണം. കാരണം ആ തല്ല് കൊണ്ടിട്ട് നമ്മളത് പറയുമ്പോൾ അതിനൊരു ഒതന്റിസിറ്റി ഉണ്ട്. അതെ, അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ അത് പറയുന്നുണ്ട്. 5:40 പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കുവാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് പോയതാണ്. അതൊരു യോഗ്യതയായിട്ടാണ് അവരതിനെ കണക്കാക്കിയത്. കാരണം അവിടെയൊക്കെ ദൈവനീതി വരുന്നതേ. അപ്പൊ ഈ സുവിശേഷത്തിന്റെ പേരിൽ ഒരാൾ തല്ലുകൊണ്ടാലതിനർത്ഥം അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രവൃത്തി ഓരോരുത്തരും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? തീർച്ചയായിട്ടും അതിൽ നിന്നൊരു ലാഭം കിട്ടാൻ വേണ്ടിയല്ലേ. പക്ഷെ തല്ല് കിട്ടുമായിട്ടും വീണ്ടും അത് പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സ്വാർത്ഥ താല്പര്യം ഇല്ലെന്നല്ലേ എൻ്റെ അർത്ഥം. അതിനകത്ത് എന്തോ സത്യം ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. ഇത് അവഗണിക്കാൻ പാടില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും. ഇത് പറയുമ്പോൾ ഞാനൊരു സംഭവം ഓർക്കാണ്. ഒരു സുവിശേഷകൻ ഒരിക്കൽ പറഞ്ഞൊരു കാര്യം ഓർക്കാണ്. അദ്ദേഹം തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പോയി. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സഹായിയുണ്ട്. അപ്പോൾ ഇവരെ സുവിശേഷ വിരോധികളായിട്ടുള്ള ചിലർ ഇവരെ തടഞ്ഞു വയ്ക്കുകയും പോലീസിൽ പരാതിപ്പെടുകയും അങ്ങനെ 2 പോലീസുകാർ വന്ന് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഗ്രാമപ്രദേശമൊക്കെ കടന്നാണ് പോകുന്നത്. ചെറിയ ടൗണുകളൊക്കെ കടന്ന് ഇങ്ങനെ പോകുമ്പോൾ വഴിയേരിയയിലുള്ള ആൾക്കാരെല്ലാം കൂട്ടം കൂടി അവരും ഇതിൻ്റെ പുറകെ അങ്ങ് പോവുകയാണ്. അങ്ങനെ നടന്ന് ഇവർ പോലീസ് സ്റ്റേഷനിലെത്തി.
സ്റ്റേഷനിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം ജനം ഇവരെ ആക്രമിക്കാൻ തയ്യാറായിട്ട് ഇങ്ങനെ ആൾക്കാരുണ്ട് ഇവർ. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വരികയാണ്, ഞാൻ ഇവിടെ മൈക്ക് അനൗൺസ്മെൻറ്റ് നടത്തി, പോസ്റ്റർ ഒട്ടിച്ച്, എത്ര പരിശ്രമിച്ചു, ഒത്തിരി പൈസ മുടക്കിയാൽ പോലും ഇത്രയും ജനത്തെ ഒന്നിച്ച് കിട്ടത്തില്ല. ഇപ്പോൾ ഇതാ ഈ സ്റ്റേഷൻ്റെ മുമ്പിൽ ഇത്രയും ജനത്തെ എനിക്ക് ഒരുമിച്ച് കിട്ടിയിരിക്കുകയാണ്. ഇതൊരു വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണിത്. അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ നിന്നുകൊണ്ട് അവരോട് പരസ്യമായിട്ട് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമമാണ് യേശുവിൻ്റെ നാമം എന്ന് അദ്ദേഹം അവിടെ നിന്ന് പ്രസംഗിക്കാനായിട്ട് തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്, ആ മനുഷ്യൻ തല്ല് കിട്ടുമെന്നറിയാം. അദ്ദേഹം പറഞ്ഞതാണ്, ഏതായാലും എനിക്ക് തല്ല് കിട്ടും, ചിലപ്പോൾ 2 തല്ലൂടെ കൂടുതൽ കിട്ടുമെന്നുള്ളേ ഉള്ളൂ. ഞാൻ ഈ സത്യം പറയും. പക്ഷേ ഈ സത്യം പറയാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു അസുലഭമായ ഒരു സന്ദർഭമായത്. തീർച്ചയായിട്ടും അതാണ് ധൈര്യം എന്ന് പറയുന്നത്. അപ്പസ്തലന്മാരുടെ ധൈര്യം അതല്ലായിരുന്നു. അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ധൈര്യമതികളായി, ധൈര്യശാലികളായി. അവർ പിന്നെ ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിച്ചാൽ നമ്മൾ കാണുന്നു. അപ്പോൾ ആ സുവിശേഷം പ്രസംഗിക്കാനുള്ള ധൈര്യം, തല്ലുകൊണ്ടാലും സാരമില്ല, രക്തസാക്ഷിത്വം മുന്നിൽ കണ്ടുകൊണ്ടും സുവിശേഷം പ്രസംഗിക്കുകയാണ്. എത്രയോ പേര് സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അപ്പം അവിടെയൊക്കെ ഇതൊരു സാക്ഷ്യമാണ്. ഈ സുവിശേഷത്തിൻ്റെ ആ സത്യത്തിൻ്റെ മൂല്യം എത്ര വലുതാണ്. അതുപോലെ തന്നെ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ഈ രക്തസാക്ഷി മരിക്കുകയാണ്. പക്ഷെ നമുക്കിപ്പോൾ പറ്റുന്ന പ്രശ്നം, നമ്മുടെയൊക്കെ ഇടയിൽ ആരെങ്കിലും ഇങ്ങനെ സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേരിൽ മർദ്ദനം ഏൽക്കേണ്ടി വന്നാൽ എല്ലാവരും കൂടി മർദ്ദിച്ചവനെ പിടിക്കണം, അവനെ നീതിപൂർവ്വം ശിക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ബഹളം കൂട്ടുകയും പത്രപ്രസാധനം ഇറക്കുകയും ഗവൺമെന്റിനോട് അതിന് അനുസരിച്ച് നിർബന്ധം കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ലോകത്തിന്റെ നീതിക്ക് അനുസരിച്ച് അപ്പൊ പിന്നെ ഈ ദൈവനീതി അവിടെ അന്വേഷിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഈ സഹനം വെറുതെ ആയിപ്പോയി, അത് വിപരീത സാക്ഷ്യമായിപ്പോയി. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ പ്രതികരിക്കേണ്ടി വരുന്നത് യഥാർത്ഥമായ ദൈവരാജ്യാനുഭവം ഇല്ലാത്തതുകൊണ്ടാണ്, ദൈവനീതി അന്വേഷിക്കാത്തതുകൊണ്ടാണ്. അപ്പം മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് നമ്മൾ ദൈവനീതി അന്വേഷിക്കണം. ഉദാഹരണത്തിന് ഗ്രഹാം സ്റ്റൈനെയും 2 മക്കളെയും ഇവിടെ ഇന്ത്യയിൽ വെച്ച് രക്തസാക്ഷിത്വത്തിന് വിധേയമാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗ്ലാഡിസ് അല്ലേ, അവരോട് ഞങ്ങൾക്ക് സ്നേഹമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഈ ഭൂമി അല്ലെങ്കിൽ ഈ ഭാരതം ഒരു നിമിഷം ഈ ഭാരതം ശരിക്കും കുലുങ്ങി. അതെ അതെ 3% മാത്രം ക്രിസ്തീയ വിശ്വാസികളുള്ള ഈ ഭാരതം കുലുങ്ങി. പക്ഷെ വേറെ ചില അവസരങ്ങൾ, ഇതുപോലുള്ള അവസരങ്ങളിൽ കരിങ്കൊടി കുത്തി പ്രകടനം നടത്തിയപ്പോൾ ആരും കുലുങ്ങിയില്ല. ഓർക്കുന്നുണ്ടോ സംഭവങ്ങൾ? തീർച്ചയായിട്ടും. അതെ. അപ്പം അതാണ് ഈ ദൈവനീതി അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ചലനം എന്ന് പറയുന്നത്. അതെ. ഇപ്പം അച്ഛാ, ക്രിസ്തുവിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകുക എന്ന് പറയുന്നതിൻ്റെ വലിയ ഒരു അർത്ഥതലമാണ് ഇവിടെ നമ്മളിപ്പോൾ പങ്കുവച്ചത്. നമുക്ക് ലഭിച്ച സൗജന്യമായ ഈ നീതീകരണം ഇന്ന് പാപത്തിൽ മുഴുകി കിടക്കുന്ന, തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ, നമ്മളെ വേദനിപ്പിക്കുന്ന മനുഷ്യനെ, അവൻ്റെ തെറ്റ് അവനെതിരെ നമ്മൾ പരിഗണിക്കാതെ അവനെ സ്നേഹിക്കുകയും അവരോട് നല്ല വാക്കുകൾ നമ്മൾ സ്നേഹത്തോടെ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരെയും നമ്മൾ ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനായിട്ട് നമ്മളും ഒരു കാരണമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നീതി നമ്മളിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുകയാണ്. അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനം ഇതുപോലെ ദൈവനീതിക്കനുസരിച്ച് അവരുടെ ജീവിതത്തിൽ അവരുടെ സഹജീവികളോട് പെരുമാറുവാൻ, അവരുടെ ജീവിതത്തിൽ ആ നീതി അന്വേഷിക്കുന്നവരായി തീരുവാൻ, അച്ഛൻ മുമ്പ് പറഞ്ഞതുപോലെ എവിടെ ചെന്നാലാണ് എനിക്ക് ഈ സത്യത്തെ ഒന്ന് ആവിഷ്കരിക്കാൻ സാധിക്കുക എന്നുള്ള ഒരു അന്വേഷണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്തുമ്പോൾ അത് അനേകരുടെ വീണ്ടെടുപ്പിന് അത് കാരണമായി തീരും. നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ പങ്കുകാരായിട്ട് മാറുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ ആത്മീയ സത്യങ്ങളാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ ഈ സത്യങ്ങളെ നിങ്ങൾ ഏറ്റെടുക്കുകയും ദൈവത്തിൻ്റെ നീതിയെ തേടുന്നവരുമായി തീർന്നാൽ
കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് എല്ലാ നന്മകളും കൂട്ടിച്ചേർക്കപ്പെടുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് ഒരുമിച്ച് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരുണ തന്നെയായ കർത്താവെ, അവിടുത്തെ കുരിശിൽ അവിടുന്ന് ആവിഷ്കരിച്ച സ്നേഹത്തിൻ്റെ വലിയ ആ ഒഴുക്ക് ഞങ്ങൾ ഇന്നും കാണുന്നു. അതനേകരെ അങ്ങയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കാരണമായി. അങ്ങയുടെ മൗദി ശരീരമായ സഭയായി ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ അങ്ങ് ചെയ്ത ആ പ്രവൃത്തി സഭയിലൂടെ തുടരാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പൗലോസ്ലീഹ പറഞ്ഞല്ലോ, ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൽ കുറവ് വന്നത് എൻ്റെ ശരീരത്തിൽ ഞാൻ നിർത്തുന്നുവെന്ന്. അതുപോലെ ഈ കാലഘട്ടത്തിലെ മനുഷ്യനെ അങ്ങയുടെ കുരിശിലെ സ്നേഹം കാണിച്ച് അങ്ങയിലേക്ക് ആകർഷിക്കുവാൻ ഞങ്ങളെ ഉപകരണങ്ങളാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.